من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وقال تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ അമലുകളെയും കരുണയോടുകൂടി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിങ്കിൽ നിന്നും അവൻ്റെ അടിമകൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും പ്രതിഫലങ്ങളും അള്ളാഹു സാധുക്കളായ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെയും അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ ഉറച്ചു നിന്ന് തഖ്വയോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം നമ്മളെല്ലാവരെയും അള്ളാഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൽ ഒരുപാട് അമലുകൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ഫറളായ, സുന്നത്തായ, മുസ്തഹബായ ഒട്ടനവധി അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമസ്കാരം, നോമ്പ്, ഖുർആനോത്ത്, അതുപോലെയുള്ള ഇബാദത്തുകൾ ചെയ്യുന്നു. റമദാനിൻ്റെ പ്രത്യേക ഓഫറുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് സദഖ, സക്കാത്ത് പോലെയുള്ള മറ്റ് അമലുകളും നമ്മൾ അനുഷ്ഠിക്കും. ഈ അമലുകളുടെ ഒക്കെ അടിസ്ഥാനപരമായ ഉദ്ദേശമെന്ന് പറയുന്നത്, ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണ നിലനിർത്തുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ സ്മരണ നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിർത്തുക. സാധാരണ നമ്മൾ ദിക്ർ ചെയ്യുക എന്നാണ് പറയാറുള്ളത്. ദിക്ർ വർദ്ധിപ്പിക്കുക. അത് കേവലം നാവുകൊണ്ട് പറയുന്ന ചില വചനങ്ങളുടെ, വാക്കുകളുടെ നാമമല്ല. മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്ർ, അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണ എല്ലാ സമയത്തും നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതിനുവേണ്ടിയാണ് അള്ളാഹു അമലുകളെ നിയമമാക്കിയത് എന്ന് പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനുവേണ്ടിയാണ് അള്ളാഹു അമലുകളെ നിയമമാക്കിയത്. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി.
إن الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى إنني أنا الله ഞാനാണ് അല്ലാഹു ഞാനാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി ഞാനല്ലാതെ മറ്റൊരു ഇലാഹും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കണം, എനിക്ക് വഴിപ്പെടണം. അല്ലാഹു അവനെ പരിചയപ്പെടുത്തുകയാണ്. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി ഞാനാണ് അല്ലാഹു, ഞാനല്ലാതെ മറ്റൊരാരാധ്യനും നിങ്ങൾക്കില്ല, അതുകൊണ്ട് ഫഅബ്ദുനി നിങ്ങൾ എനിക്ക് വഴിപ്പെടണം, എനിക്ക് കീഴൊതുങ്ങണം. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി കീഴൊതുങ്ങുന്നതിൻ്റെ വഴിപ്പെടുന്നതിൻ്റെ പ്രകടമായ രൂപമെന്ന നിലയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി നമസ്കരിക്കണം, എനിക്ക് വേണ്ടി നിസ്കരിക്കണം. എന്തിനാണ് നിസ്കരിക്കുന്നത്? വഅഖിമിസ് സ്വലാത്ത ലിദിക്രി എൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി, എൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി, എന്നെ ദിക്ർ ചെയ്യാൻ വേണ്ടി എന്നാണല്ലോ പറഞ്ഞത്. എന്നെ ദിക്ർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്തണം എന്ന് അല്ലാഹു പറഞ്ഞു. നിസ്കരിക്കുന്നത് എന്തിനാണ്? നിസ്കരിക്കുന്നത് അല്ലാഹുവിനെ പറ്റിയുള്ള സ്മരണ നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ يراءون الناس ولا يذكرون الله إلا قليلا مذبذبين بين ذلك لا إله هؤلاء ولا إله هؤلاء ومن يضلل الله فلن تجد له سبيلا ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും മുനാഫിഖുകൾ ആരാണ്? കപടവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വിശ്വാസമൊന്നുമില്ലാതെ, ഉള്ളിൽ ഈമാനൊന്നുമില്ലാതെ പുറമേ ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് പ്രകടിപ്പിക്കുന്ന ആളുകൾ. നമ്മളൊക്കെ ഭയപ്പെടണം. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിഫാഖിന്റെ അംശം ഉള്ളിലുണ്ടാകുന്നത് ഭയങ്കര അപകടമാണ്. നിഫാഖ് ഉണ്ടാകരുത്, കാപട്യം ഉണ്ടാകരുത്, കലർപ്പുണ്ടാകരുത്, മായമുണ്ടാകരുത്. നമ്മുടെ ഖൽബുകളിൽ ഉണ്ടാകുന്ന ഈമാനിയായ രംഗത്തെ മാലിന്യത്തെ കുറിച്ചിട്ടാണ്, മായത്തെ കുറിച്ചിട്ടാണ്, കലർപ്പിനെ കുറിച്ചിട്ടാണ് നിഫാഖ് എന്ന് പറയുന്നത്. നിഫാഖുള്ളവർ ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനൻ നാരി വലൻ തജിദ ലഹും നസീറാ ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനൻ നാരി വലൻ തജിദ ലഹും നസീറാ മുനാഫിഖുകൾ എന്ന് പറഞ്ഞാൽ അവര് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കുന്നതാണ് എന്ന് അല്ലാഹു പറഞ്ഞു. ഏറ്റവും അടിത്തട്ടിലായിരിക്കുന്നതാണ്. അത്രയും കടുപ്പപ്പെട്ട ശിക്ഷയാണ് അവർക്ക് നൽകുക. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിഫാഖ് ഒരു മൂമിനുണ്ട്, ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒരിക്കലും കടന്നുകൂടരുത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ നമ്മളോട്, ഇടയ്ക്കിടെ അല്ല, എല്ലാ ദിവസവും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അള്ളാഹുവിനോട് കാവൽ തേടാൻ വേണ്ടി പറയുകയാണ്. നിഫാഖിൽ നിന്നും അള്ളാഹുവിനോട് കാവലിനെ തേടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൻ നിഫാഖ് വഅമലി മിനർ റിയാ വലിസാനി മിനൽ കദിബ് വഐനി മിനൽ ഖിയാന ഫഇന്നക തഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. ഞാൻ പറയുന്ന ദുആകൾ നിങ്ങൾ ഓർമ്മ വെക്കണം. അത് പ്രസംഗിച്ച് കേൾക്കാൻ മാത്രമുള്ളതല്ല. എല്ലാ ദിവസവും നേരം വെളുത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ചെയ്തിരുന്ന കുറേ ദുആകളുണ്ട്. അത് നമ്മുടെ ജീവിതം മുഴുവനും പരിശുദ്ധപ്പെടുത്താൻ ഉപയോഗപ്പെടുന്ന നിലയിൽ അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു സംസ്കരണത്തിന്റെ ഭാഗമാണ്. ആ ദുആകളൊക്കെ നമ്മൾ അർത്ഥസഹിതം പഠിക്കണം. എന്നിട്ട് അർത്ഥം അറിഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും അത് മനസ്സിലെത്തി പറയണം. അതും ദിക്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റുകളുടെ കൂട്ടത്തിലൊരു ദിക്റാണ് ഓരോരോ സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ദുആകൾ ചെയ്യുക എന്നുള്ളത്. ദുആകൾ പഠിക്കുക, അത് ചെയ്യുക, അത് ദിക്റാണ്. അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൻ നിഫാഖ്. അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ നിഫാഖിൽ നിന്നും നീ ശുദ്ധമാക്കണേ. എൻ്റെ ഹൃദയത്തെ നിഫാഖിൽ നിന്നും ഒരു കാപട്യവുമില്ലാത്ത സന്മനസ്സ്
ശുദ്ധ മനസ്സ്, വൃത്തിയുള്ള മനസ്സ്, ആ മനസ്സുമായി ഇന്നത്തെ പ്രഭാതത്തിൽ ഞാൻ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ദിവസം തുടങ്ങുമ്പോൾ തങ്ങൾ ചെയ്യാറുണ്ടായിരുന്ന പ്രത്യേക പ്രക്രിയകളിൽ ഒന്നാണ് മനസ്സ് ശുദ്ധിയാക്കിയിട്ടാണ് സമൂഹത്തിലേക്ക് ഇറങ്ങുക. മനസ്സ് ശുദ്ധിയാക്കിയിട്ട് വേണം. ഇന്നിപ്പം നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു അബദ്ധവും അപകടവുമാണ് ആരുടെയും മനസ്സ് ശുദ്ധിയല്ല ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പുറമേ ഇപ്പം നല്ല വെളുത്ത കുപ്പായമൊക്കെ ഇട്ട് നല്ല തലക്കെട്ടൊക്കെ കെട്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഉള്ളെന്താണെന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമല്ല അറിയൂ. അള്ളാഹു നമ്മളെയൊക്കെ ശുദ്ധരാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ബാഹ്യമായ കോലം കണ്ട് നമുക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ബാഹ്യമായ കോലം കണ്ടിട്ട് ആരെയും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് ജനങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക്, നാട്ടുകാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് മുമ്പ് തന്നെ സ്വന്തമായി ശുദ്ധിയാക്കുമായിരുന്നു. നമ്മൾ സാധാരണഗതിയിൽ പുറത്തിറങ്ങുന്നതിന് മുമ്പ് കുളിച്ച് തലമുടിയൊക്കെ വാരി താടിയൊക്കെ ഈരി കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് സ്റ്റൈൽ ഒപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു പതിവില്ല, നമ്മൾ സ്റ്റൈൽ ഒപ്പിക്കാറുണ്ട്. സ്റ്റൈൽ ഒപ്പിക്കുമ്പോൾ നമ്മൾ എന്താ ഫിക്ർ ചെയ്യുക, എന്താ ചിന്തിക്കുക? നമ്മളെന്താ ചിന്തിക്കാറുള്ളത്? മുടിയുടെ കോലം എന്താണ്? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ മുടി ഇപ്പോഴത്തെ സ്റ്റൈലല്ലല്ലോ മോനെ, എന്തിനാ ഇങ്ങനെ ആക്കിയെന്ന് തന്നെ. എന്നാൽ പിന്നെ തിരിച്ചു പോയിട്ട് അവൻ പറയുന്നത് പോലെ മുടി മുറിക്കുക. നാട്ടുകാർക്ക് ഒപ്പിച്ചിട്ട് നാട്ടുകാർ പറയും പോലെ നമ്മൾ മുടി മുറിക്കുന്നത്, മുടി വാരുന്നത്, വസ്ത്രം അണിയുന്നത് എല്ലാം നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലേ. അങ്ങനെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്ന ഇന്നത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലുണ്ടാകുന്നത് എന്താണോ അതല്ല നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃക. തങ്ങൾ അപ്രകാരം നന്നായി കുളിച്ച് വൃത്തിയായി വസ്ത്രമണിഞ്ഞ് ഒരുങ്ങിയാണ് പുറത്തേക്ക് ഇറങ്ങുക. അത് മനസ്സിലാക്കണം കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ മനോഹരമായ, ഭംഗിയുള്ള, ആകർഷണീയമായ, സുന്ദരമായ ശാരീരികമായ വടിവും സൗന്ദര്യവും വേറെ ആർക്കും ഇല്ല. സാധാരണ നമ്മൾ ഏറ്റവും വലിയ സൗന്ദര്യവാൻ ഉദാഹരണമായി പറയാറുള്ളത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചിട്ടാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു അല്ലേ, യൂസുഫ് അലൈഹി സ്വലാമയാണ് സൗന്ദര്യവാന്മാരുടെ കൂട്ടത്തിൽ മാതൃകയായി പറയപ്പെടുന്ന ആള്. ആയിഷ റളിയല്ലാഹു അൻഹ അവറുകൾ പറയാണ്, എൻ്റെ പ്രിയങ്കരനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ കാണേണ്ടതുപോലെ കാണാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എൻ്റെ റസൂലുള്ളാഹിനെ കണ്ടിരുന്നെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, യൂസുഫ് അലൈഹിസ്സലാമയുടെ സൗന്ദര്യം ഒന്നുമല്ലാതെയാകും. അത്രയും വലിയ സൗന്ദര്യം അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സൗന്ദര്യത്തെ നല്ല നിലയിൽ പരിപാലിച്ചിട്ടുമുണ്ട്. അത് നമ്മൾ ഞാനിപ്പം നമ്മൾ മുടി വാരി ദാടിയേരി എന്നൊക്കെ പറയുമ്പോൾ അത് കുറ്റമല്ല, ഈരൽ സുന്നത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ കാന ലഹു ശഅറുൻ ഫലിയുക്രിംഹു, ആർക്കെങ്കിലും മുടി ഉണ്ടെങ്കിൽ ആ മുടി അവൻ അതിനെ ബഹുമാനിച്ചോളട്ടെ എന്ന്. മുടിനെ ബഹുമാനിക്കണം. ആ ഹദീസ് അനുസരിച്ച് നമ്മുടെ സമുദായത്തിലെ പുതിയ തലമുറ ഇപ്പം അങ്ങ് നല്ലോണം അമൽ ചെയ്യുക. ചില ഹദീസ് നമ്മളങ്ങ് നന്നായിട്ട് അമൽ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാം അഭിവൃദ്ധിപ്പെട്ടതുപോലെ ഏറ്റവും കൂടുതൽ അഭിവൃദ്ധിപ്പെട്ട ഒരു കച്ചവടമാണ് ബാർബർ ഷോപ്പ് എന്ന് പറയുന്നത്. ബാർബർ ഷോപ്പ്, പണ്ട് ബാർബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രത്യേക വിഭാഗമായിട്ട് കാണപ്പെടുന്ന ആളുകളായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനല്ല. ഇന്ന് വലിയ വലിയ മുതലാളിമാരൊക്കെ കൂടുതൽ ലാഭം കൊയ്യാനുള്ള പോഷ് ബിസിനസ് എന്താണ് എന്ന് ആലോചിക്കുമ്പം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കടന്നു വരുന്നത് ബാർബർ ഷോപ്പ് എന്ന് തുടങ്ങിയാൽ എന്താ. എന്നോട് പല സഹോദരങ്ങളും അത് ചോദിക്കാറുണ്ട്, അങ്ങനെ നമ്മൾ ബാർബർ ഷോപ്പ് തുടങ്ങുന്നത് തെറ്റുണ്ടോ? ഉണ്ടോ? ഞാൻ ഇനി മുതൽ പറയാൻ പോകുന്ന അറിയാം. എന്നോട് ചോദിക്കണ്ടേ, ഇതാ കാമ്പസാറിൽ കുറേ ആളിരിപ്പുണ്ട്, അവിടെ പോയി ചോദിച്ചു, അവർ മറുപടി പറയും. എനിക്ക് മറുപടി പറയാനൊന്നും അറിയില്ല. ഇരിക്കുന്നവരുടെ അത്രയും ഇൽമൊന്നും നമുക്കില്ലല്ലോ എന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന വചനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആർക്കെങ്കിലും മുടിയുണ്ടെങ്കിൽ അവൻ ആ മുടിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ എന്നാണ്. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മളിങ്ങനെ മുടി വാരാതെ, എണ്ണ തേക്കാതെ, വൃത്തിയിൽ അതിനെ മുറിച്ച് സൂക്ഷിക്കാതെ അലങ്കോലമായി നടക്കുന്നതാണ് ഇസ്ലാം എന്നൊരു തോന്നലുണ്ട്. അങ്ങനല്ല. അലങ്കോലമായി നടക്കുന്നതിനെ പരിശുദ്ധ ശരീഅത്ത് നിരോധിച്ചിട്ടുണ്ട്, പാടില്ല. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുമായിരുന്നു, മനുഷ്യരെ,
അള്ളാഹു സൗന്ദര്യവാനാണ്. അള്ളാഹുവിന്റെ സൗന്ദര്യത്തിന്റെ 1000-ലോ 10,000-ലോ കോടിയിലോ ഒരു അംശം നമുക്കൊക്കെ തന്നപ്പോഴല്ലേ നമ്മുടെ കൂട്ടത്തിലെ സുന്ദരന്മാരായി നമ്മൾ ഇങ്ങനെ വരസുന്നത്. അള്ളാഹു സൗന്ദര്യവാനാണ്. യുഹിബ്ബുൽ ജമാൽ, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും നിഅമത്ത് അല്ലാഹു ആ രംഗത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായി സൂക്ഷിക്കണമേ എന്ന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അല്ലാതെ അലങ്കോലമായി നടക്കണമെന്നില്ല. പക്ഷെ അത് അലങ്കോലം എന്ന് പറയുന്നത് വേറെ ഭാഷയിലോ വേറെ അർത്ഥത്തിലോ ആകാൻ പാടില്ല. ഇന്നത്തെ ആളുകളുടെ മുടിയൊക്കെ നമ്മൾ കണ്ടാൽ അല്ലാഹു അക്ബർ അല്ലെ, അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് എന്താ കാര്യം? അതിനുവേണ്ടി എത്ര പണമാണ് ചെലവാക്കുന്നത്. നല്ലൊരു കുഞ്ഞിനെ കൊണ്ടുപോയി കഴുതയുടെ കോലം കെട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര പൈസയാണ് ചെലവാക്കുന്നത്, എത്ര മെനക്കട, എത്ര സമയമാണ്, എത്ര സമയം. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുടിയുള്ളവർ അതിനെ പരിപാലിക്കണം, അതിനെ ബഹുമാനിക്കണം എന്നാണ് പറഞ്ഞു. ബഹുമാനിക്കണം, അതിനേക്കാൾ വലിയ വാക്ക് വേറെ ഇല്ലല്ലോ. എണ്ണ തേക്കണം, മുടി ഈരണം. അത് അമിതമായാൽ അതിൻ്റെ കണക്കുണ്ട് ഹദീസിൽ. എങ്ങനെ മുറിക്കണമെന്ന് ഹദീസുണ്ട്. ഏത് കട്ട് അതാണ് സുന്നത്ത് എന്നുള്ളത് അല്ലേ, ഏത് കട്ടിങ് സ്റ്റൈലാണ് സുന്നത്ത് എന്നത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ മുടി കട്ട് ചെയ്യണം, മുടി മുറിക്കണം, അത് സുന്നത്താണ്. ദാടി അതിനും സുന്നത്തായ രൂപവും രീതിയും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ ശരീഅത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭംഗിയിലായിരിക്കണം എപ്പോഴും നടക്കുന്നത്. ഞാൻ ചില ആളുകളുടെ മീശ കാണുമ്പോൾ അവരെ അടുക്കി വിളിച്ചിട്ട് പറയാറുണ്ട്, നിർബന്ധമായിട്ട് മീശ മുറിക്കണം കേട്ടോ. എന്തിനാ ഞാൻ അങ്ങനെ പറയുന്നത്? എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന അന്യരാജ്യത്തിൻ്റെ പ്രതിനിധികളോട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കർക്കശമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മീശ ഒന്ന് മുറിച്ച് നേരെയാക്കണം കേട്ടോ, മീശ മുറിച്ച് നേരെയാക്കണം. മീശ മുറിക്കൽ സുന്നത്താണ്, ദാടി നീട്ടൽ സുന്നത്താണ്. ഇത് സുന്നത്താകുമ്പോൾ ആ സുന്നത്തിന്റെ മനോഹാരിതയോടുകൂടി ഭംഗിയോടുകൂടി സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ ഇറങ്ങേണ്ടതും സുന്നത്താണ്. അല്ലാതെ കോലക്കേടാക്കിയിട്ട് കാണുമ്പോൾ മുക്കറെ കണ്ണക്കരിക്കാൻ തോന്നില്ല എന്ന് പറയുന്നില്ലേ, കോലക്കേടാക്കിയിട്ട് ഇസ്ലാമിന്റെ കോലം ഇതാണ് എന്നൊരിക്കലും നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റായ ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾ പറയാറുണ്ടല്ലോ, നല്ലൊരു വസ്ത്രം ഉണ്ടായിരുന്നില്ല ഉടുക്കാനേ, നല്ലൊരു വസ്ത്രം, ഭംഗിയുള്ള ഒരു വസ്ത്രം ഉണ്ടായിരുന്നില്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ള വസ്ത്രത്തെ നല്ല ഭംഗിയായി സൂക്ഷിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായി സൂക്ഷിച്ചു. അതാണ് സുന്നത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രം കീറി പറഞ്ഞിരുന്നു, അതിൽ കഷ്ണം വെച്ച് തുന്നിയിരുന്നു. ഏതെങ്കിലും ഒരു ഹദീസിൽ കീറിയ കുപ്പായിട്ടുണ്ടോ അല്ലാഹുവിന്റെ റസൂൽ ഖുതുബക്ക് കീറിയെന്ന് വന്നിട്ടുണ്ടാവില്ല. കീറിയ എന്നുള്ളത് ശരിയാണ്, പക്ഷേ കീറിയ വസ്ത്രത്തെ മറ്റ് കഷ്ണം വെച്ചിട്ടാണെങ്കിലും തുന്നി വെടുപ്പാക്കി വൃത്തിയാക്കിയിട്ടല്ലാതെ അത് അണിഞ്ഞിരുന്നില്ല എന്നാണ് ഹദീസിൽ കാണുന്നത്. നമ്മളെപ്പോലെ മാറി മാറി പുതിയതിടാനില്ലാത്തത് കൊണ്ട് പഴയതിടാം. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തൊട്ടടുത്ത രാജ്യത്തിന്റെ ഭരണാധികാരി ചില സമ്മാനങ്ങൾ കൊടുത്തയച്ചു. അവിടുത്തെ പ്രതിനിധികൾ വന്നപ്പോൾ ഗിഫ്റ്റ് കൊടുത്തയച്ചു. അടുത്ത രാജാവ് ഗിഫ്റ്റ് കൊടുത്തയച്ചു. 2-3 സാധനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാത്തിനെ കുറിച്ചും പറയണ്ടല്ലോ, നമ്മൾ പറയാൻ തുടങ്ങിയത് ഒന്നാ പറഞ്ഞു പോകുന്നത് എങ്ങോട്ടുമാണ്. അള്ളാഹു നല്ലത് പറയാനും ആവശ്യമുള്ളത് പറയാനും കേൾക്കാനും അമൽ ചെയ്യാനും ഒക്കെ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് തൊട്ടടുത്ത രാജ്യത്തിന്റെ ഭരണാധികാരി അദ്ദേഹത്തിന്റെ പ്രതിനിധിയുടെ കയ്യിൽ 3 സമ്മാനങ്ങൾ കൊടുത്തയച്ചു. അതിലൊരു സമ്മാനം വളരെ ഭംഗിയുള്ള മനോഹരമായ വിലപിടിപ്പുള്ള ഒരു വസ്ത്രമായിരുന്നു. ഒരു വസ്ത്രമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അയക്കുന്ന ഹദിയകൾ തങ്ങൾ സ്വീകരിക്കുമായിരുന്നു. അല്ലാതെ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ കിബ്രൊന്നും കാണിക്കലില്ല. സദഖയുടെ മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കൂല, സക്കാത്തിന്റെ മുതൽ സ്വീകരിക്കൂല. എന്നാൽ ഹദിയ കൊടുത്താൽ തങ്ങൾ അത് സ്വീകരിക്കും. പക്ഷെ അതിനോട് അത്യാഗ്രഹം ഉണ്ടായിരുന്നില്ല. അത്യാഗ്രഹം പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അറിയാതെ, നമ്മൾ പ്രതീക്ഷിക്കാതെ ആരെങ്കിലും ഒരാൾ നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തന്നാൽ ആ സമ്മാനം സ്വീകരിക്കൽ സുന്നത്താണ്, സമ്മാനം കൊടുക്കൽ സുന്നത്താണ്. ഇതൊക്കെ സുന്നത്താണ് പ്രിയപ്പെട്ടത്. ഇസ്ലാമിനെ കുറിച്ചിട്ട് നമ്മൾ നന്നായി മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കൂ. നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറണമേ, തഹാബു, അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ മുഹബ്ബത്ത് ഉണ്ടാക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിങ്ങനെ ഹദിയ കൊടുത്തുകൊണ്ടേയിരിക്കുക. ഹദിയ കൊടുക്കുന്നതിന്റെ പേരിൽ നിങ്ങളുടെ ഇടയിൽ പരസ്പര സ്നേഹം ഉണ്ടാകും. ഇനി ഒരാള് നമുക്ക് എന്തെങ്കിലും ഒരു ഹദിയ കൊടുത്തയച്ചു, നമ്മൾ വലിയ കാര്യത്തോടുകൂടി, നമ്മൾ കൊച്ചുകുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുന്നില്ലേ സർപ്രൈസ്,
നമ്മൾ വലിയ കാര്യമായിട്ട് മെനക്കെട്ട ഒരു സാധനം വാങ്ങി പൊതിഞ്ഞ് കൊണ്ടുവന്ന് ഓൻ്റെ കയ്യിലോട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇതാ ആർക്ക് വേണം എന്ന് പറയും അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾ അവർക്കറിയാത്തോണ്ടാണ്. നമ്മൾ വാങ്ങിക്കൊടുത്തത് അവന് ഉപകാരമുള്ള നല്ല സാധനമായിരിക്കും, പക്ഷെ അവൻ പ്രതീക്ഷിച്ചത് ഉപകാരമൊന്നും അല്ലല്ലോ. അവന് കാണാൻ കൊള്ളാവുന്ന, കളിക്കാൻ കൊള്ളാവുന്ന, വലിയ വിലയൊന്നുമില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം അതല്ലേ അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവനിതിങ്ങനെ നോക്കി ഇതാ കൊണ്ടുവന്നതിന് വലിയ കാര്യം എനക്ക് വേണ്ട, എടുത്ത് ചാടി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹാബാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ പരസ്പരം ഹദിയ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ മുഹബ്ബത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ആരെങ്കിലും ഒരാൾ നിങ്ങൾക്കൊരു ഹദിയ തരികയും അത് ഒരു ആടിന്റെ കുളമ്പാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്ക് നമ്മൾ നോക്കി, ആടിന്റെ കുളമ്പാണെങ്കിലും ശരി നിങ്ങൾ ബഹുമാനത്തോടെ സ്വീകരിക്കണം. ഇതാ തന്നിന് വലിയ കാര്യമായിട്ട് ഇയാൾ കൊടുത്ത റമദാൻ സമ്മാനം. ഞാൻ പൊതിയുടെ വലുപ്പമെല്ലാം കണ്ടപ്പോൾ എന്തോ ആന്ന് വിചാരിച്ചല്ലോ, തുറന്നു നോക്കിയപ്പോഴല്ലേ. അങ്ങനെ ഒരിക്കലും നമ്മുടെ മനസ്സുകൊണ്ട് പറയരുത്. നമ്മുടെ ഈ രാജ്യത്ത് ജീവിച്ച് ഞങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദ്, അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു, വലിയ മഹാനായിരുന്നു, സാമ്പത്തിക ശേഷിയുള്ള മഹാനായ മുഹദ്ദിസ് പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ സദസ്സിൽ ഇങ്ങനെ 10,000-കണക്കിന് ആളുകൾ ആവേശത്തോടെ പ്രസംഗങ്ങൾ കേൾക്കാൻ വരും, ക്ലാസ് കേൾക്കാൻ വരും, ഹദീസിന്റെ ദർസ് കേൾക്കാൻ വരും. ഒരിക്കൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സാധുവായ എന്നൊക്കെ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സാധുത്തരത്തിന് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. അന്നത്തെ സാധുത്തരം എത്ര വലിയ സാധുത്തരമായിരിക്കും. സാധുവായ ഒരു മനുഷ്യൻ വളരെ ബഹുമാനത്തോടെ മടിച്ച് ഇങ്ങനെ അരികിൽ വന്ന് ഒറ്റയ്ക്ക് നിന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങേക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്താ, എൻ്റെ ഈ സമ്മാനമൊന്നും അവിടെ സ്വീകരിക്കേണ്ട കാര്യമില്ല, അതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. വലിയ മഹാനാണ്. ഈ ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തെ അങ്ങേയറ്റം ആദരിക്കുകയും സ്നേഹിക്കുകയും ഇഷ്ടംപോലെ ഹദിയ വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാവുന്ന മഹാനാണ്. അതിൻ്റെ ആവശ്യമില്ലാത്ത നിലയിൽ അദ്ദേഹം സ്വന്തം സമ്പന്നനാണ്. പക്ഷെ ഒരു സാധുവായ മനുഷ്യൻ അദ്ദേഹം വലിയ കാര്യമായിട്ട് ഒരു ഹദിയയും കൊണ്ട് വന്നിട്ട് ഇത് വാങ്ങുവോ, തരാൻ പറ്റുമോ, തന്നാൽ മോശമായി പോവോ, അങ്ങനെയാണല്ലോ. ഞാൻ കൊടുത്താൽ വാങ്ങുവോ, കൊടുക്കുന്നതൊരു മോശമായി പോവോ, നാണക്കേടായി കുറവായി പോവോ, ഇങ്ങനെയൊക്കെ ആലോചിച്ച് മടിച്ച് അദ്ദേഹം ഇങ്ങനെ കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞു, നിക്ക് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? വേണ്ട, എടുത്തോണ്ട് പോ എന്ന് പറയാനല്ലോ. അദ്ദേഹം ഇരുന്ന ആ വലിയ തഖ്ത് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പീഠം, ആ പീഠത്തിൽ നിന്നും എഴുന്നേറ്റ് നിന്നിട്ട് ബഹുമാനത്തോടു കൂടി ഇങ്ങ് തന്നേക്ക്, ഇതാ നമ്മുടെ മാതൃക പ്രിയപ്പെട്ടവർ, ഇങ്ങ് തന്നേക്ക്. വാങ്ങിയപ്പോൾ പൊളിച്ചു നോക്കി, അതൊരു വലത്തൊപ്പിയായിരുന്നു. ഒരു വലത്തൊപ്പി, തീരെ വിലയില്ലാത്ത ഒരു വലത്തൊപ്പി. മഹാനായ ആ മനുഷ്യന്റെ മാതൃക അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പഠിപ്പിച്ചതിൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിനെ അറിഞ്ഞത് ഇങ്ങനെയായി. അതുകൊണ്ട് അവിടുത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തിബാ ചെയ്തുകൊണ്ട് ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് അത് വാങ്ങി പൊതി പൊളിച്ചു. ഇത് വലത്തൊപ്പിയാണ്. മാഷാ അല്ലാഹ്, ഞാനിത് സ്വീകരിച്ചു. അദ്ദേഹം 2 കണ്ണുകളിലും മാറി ഇങ്ങനെ വെച്ചു, മാഷാ അല്ലാഹ്, ഞാനിത് സ്വീകരിച്ചു. ജീവിതത്തിൽ ഒരിക്കൽ പോലും വലത്തൊപ്പി വെച്ചുകൊണ്ട് പള്ളിയിൽ വന്നിട്ടില്ലാത്ത ആ മഹാനുഭവൻ അടുത്ത വഖ്ത് നിസ്കരിക്കാൻ വേണ്ടി, സാധാരണഗതിയിൽ നമ്മളൊക്കെ കെട്ടുന്നത് പോലെ തലക്കെട്ട് കെട്ടിയിട്ട് ഈ വലയൊന്നും ഇല്ലാത്ത തൊപ്പി ഇട്ടിട്ടാണ് വരിക. അത് വേറെ വിഷയം, അത് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പോകും. ഒരിക്കൽ പോലും വലയത്തൊപ്പി ഇട്ടിട്ട് പള്ളിയിൽ വന്നിട്ടില്ലാത്ത ആ മഹാമനസ്കൻ അടുത്ത വഖ്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വന്നപ്പോൾ തലപ്പാവൊക്കെ അഴിച്ചിട്ട് ആ വലത്തൊപ്പി ഇട്ടുകൊണ്ട് പള്ളിയിൽ വന്നു. എന്നിട്ട് ഇങ്ങനെ അദ്ദേഹം നോക്കി, മറ്റേ പാവം കാണുന്നുണ്ടോ. എന്തിനാ പ്രിയപ്പെട്ടവരെ? ഒരു തൊപ്പി എനിക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ല, പക്ഷെ ഒരു മുസ്ലിമായ സഹോദരൻ, ഒരു സാധുവായ മനുഷ്യൻ, അവന് വലിയ സാധനമൊന്നും സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചെറിയ എളിയ എന്നാൽ സ്നേഹത്തിന്റെ അളവുകോല് കൊണ്ട് നോക്കിയാൽ വളരെ വലുതായ ഒരു സാധനം തന്നപ്പോൾ ബഹുമാനത്തോടെ ഞാൻ സ്വീകരിച്ചു. അവന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചില സഹോദരങ്ങൾക്ക് വേണ്ടി അങ്ങനെ കോലം കെട്ടാറുണ്ട്. അതിപ്പോൾ പറയണ്ടല്ലോ, കോലം കെട്ടാറുണ്ട്. ഒരാളിപ്പോൾ അടുത്ത് എനിക്കൊരു വാച്ച് തന്നു. ഞാൻ വാച്ച് ഇടലില്ല, കണ്ടോ, 2 കയ്യിലും ആരും വെച്ച് അറിയാൻ വേണ്ട കേട്ടോ, ഞാൻ തമാശക്കടക്കൊക്കെ പറഞ്ഞു, വാച്ച് ഇടലില്ല. ഒരു സഹോദരൻ ഞാൻ ഖുതുബ ഓതുമ്പോൾ ഇങ്ങനെ കൈ കണ്ടിട്ട് കയ്യിൽ വാച്ചില്ലാതെ കണ്ടപ്പോൾ പാവം അയാൾ നിസ്കാരം കഴിഞ്ഞിട്ട് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എന്നോട് പറഞ്ഞു, ഞാൻ എത്ര കൊല്ലായി നേരിട്ടൊന്ന് പ്രസംഗം കേൾക്കാൻ, ഇതുവരെ ഞാൻ യൂട്യൂബിലൂടെയൊക്കെ കേട്ടിട്ടുള്ളൂ, ഞാൻ മെനക്കെട്ട് വന്നതാണ്, വിദേശത്തുനിന്ന് വന്നതാണ്, ഞാൻ എന്തെങ്കിലും ഒന്ന് തന്നാൽ സ്വീകരിക്കുമോ? ഞാൻ പറഞ്ഞ എന്താ സ്വീകരിക്കട്ടെ, സ്വീകരിച്ചാൽ കൊണ്ട് വെക്കാൻ സ്ഥലം വേണ്ട. അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കയ്യിൽ ഇട്ട ഈ വാച്ച് ഏറ്റവും കൂടിയ വാച്ചാണ്, വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള വാച്ചാണ്, എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ ഞാനിത് തരികയാണ്, ഉസ്താദ് അത് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ?
ഞാൻ കെട്ടലുമില്ല, എനിക്ക് ആവശ്യമില്ല, തൽക്കാലം വേണ്ട എന്ന് പറയാം. പക്ഷേ എൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രകാരം അതങ്ങനെ പറയാൻ പാടില്ല. ഞാൻ ആ പാവപ്പെട്ടവനിൽ അത് വാങ്ങിയിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി അലമാരിയിൽ വെച്ചു. അടുത്ത ജുമാക്ക് ഞാൻ റെഡിയായി പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ പതിവില്ലാത്തത് കൊണ്ട് വാച്ച് കെട്ടാൻ മറന്നുപോയി. ഞാൻ പള്ളിയിൽ കയറി വന്ന് നോക്കുമ്പോൾ ഈ പാവം ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ വേഗം തിരിച്ചു ഓടി. വൈഫും കുട്ടികളും ചെന്ന് തിരിച്ചു വന്ന് കുത്തുബ തുടങ്ങാൻ സമയമല്ലേ, തിരിച്ചു വന്ന് എന്താ, ഞാൻ ഓടിപ്പോയി അലമാര തുറന്ന് അതിൽ നിന്ന് വാച്ചെടുത്ത് കൈ കെട്ടി ഇങ്ങനെ ലേശം ഇങ്ങനെ പൊന്തിച്ചു വെച്ചിട്ട് വന്ന് പ്രസംഗിച്ചു. ഇങ്ങനെയാണ് ആ സഹോദരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം. അതിനുശേഷം പിന്നെ ഇതുവരെ കെട്ടിയിട്ടുമില്ല. കെട്ടുന്ന പതിവില്ലാത്തത് കൊണ്ടാണ്, അയാളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, മുഹബത്തില്ലാത്തത് കൊണ്ടല്ല. പ്രിയപ്പെട്ടവർ, ഞാൻ പറയുന്നത് നമ്മളെ ജീവിതം പഠിപ്പിച്ചത്, പെരുമാറ്റം പഠിപ്പിച്ചത്, സ്വഭാവം പഠിപ്പിച്ചത് നമ്മളുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് പഠിപ്പിക്കാത്ത ഒരു നന്മയുമില്ല, പറഞ്ഞു തരാത്ത ഒരു നന്മയുമില്ല, പരിശീലിപ്പിക്കാത്ത ഒരു നന്മയുമില്ല. എല്ലാ നന്മയും നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരു അയൽവാസി, അത് ആ ഹദീസിൽ ഇങ്ങനെ വിശദമായി പറഞ്ഞു, ഒരു അയൽവാസിയായ സ്ത്രീ തൊട്ടടുത്ത അയൽവാസിക്ക് ഒരു ആടിന്റെ കുളമ്പ് സമ്മാനമായി കൊടുത്താൽ അതിനെയും അവൾ ആദരവോടുകൂടി സ്വീകരിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി. അത് നിസ്സാരപ്പെടുത്തരുത്. സാധിക്കുമെങ്കിൽ അങ്ങനെ കൊടുത്തയച്ച പാവത്തിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്ത വഖ്തിൽ കാണുമ്പോൾ നമ്മൾ പറ, അൽഹംദുലില്ലാ, നീ കൊടുത്തയച്ച ഭക്ഷണം നല്ല ടേസ്റ്റായിരുന്നു, ഞാൻ നന്നായി കഴിച്ചു, അൽഹംദുലില്ലാ, ഞാൻ എൻ്റെ പഥ്യം ഒന്നും നോക്കിയില്ല, നീ കൊടുത്തയച്ച സ്നേഹത്തിന്റെയും മുഹബത്തിന്റെയും പേരിൽ നിന്റെ ഭക്ഷണം ഞാൻ നന്നായി കഴിച്ചു. അയാൾക്കൊരു സന്തോഷമാവും. അയാളെ സന്തോഷിപ്പിക്കും, നമുക്കെന്താ നഷ്ടം? പ്രിയപ്പെട്ടവരെ, പരസ്പരം നിങ്ങൾ ഹദിയ നൽകണം. ആ ഹദിയ നൽകുന്നത് ഹൃദയത്തെ തമ്മിൽ ഇണക്കാൻ ഉതകും, മുഹബത്ത് വർദ്ധിപ്പിക്കാൻ ഉതകും. ഒരാൾക്കൊരു ഹദിയ കൊടുത്താൽ അതിനെ ഒരിക്കലും നിസ്സാരപ്പെടുത്തരുത്, നിന്ദിക്കരുത്, ബഹുമാനക്കുറവ് കാണിക്കരുത്. നേരെ തിരിച്ചും പാടില്ല കേട്ടോ. ഈ മൂല്യാർക്ക് എന്തെങ്കിലും കൊടുത്താൽ മതിയാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ചപ്പും ചവറും കൊണ്ടുവന്ന് കൊടുക്കുന്ന പതിവ് ഉണ്ടാകരുത്. അത് പാടില്ല. അങ്ങനെ ഉണ്ട് ചില അട്ടവളവ്, എന്താ നിങ്ങൾ പറയാം, അട്ടവളവ്, വിളവന്മാര്, അങ്ങനത്തെ വിളവൊന്നും നമ്മൾ കാണിക്കാൻ നിൽക്കരുത്. സാധിക്കുന്നിടത്തോളം യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ് വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂന വലസ്തും ബിആഖിദിഹി ഇല്ലാ അൻ തുഗ്മിദൂ ഫീഹി. ഖുർആൻ പറയും, അതും ഖുർആൻ പഠിപ്പിക്കാം നമ്മളെ. യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും, നിങ്ങൾ ചെലവഴിക്കണം, കൊടുക്കണം, ഹദിയ കൊടുക്കണം, സദഖ കൊടുക്കണം, സകാത്ത് കൊടുക്കണം, റിലീഫിന് സഹായിക്കണം, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ മിൻ ത്വയ്യിബാതി മാ കസബ്തും, നിങ്ങളുടെ അധ്വാനത്തിൽ നിന്നും നല്ലതായി സമ്പാദിച്ച അംശം കൊടുക്കണം. ആരാൻ്റെ നിന്ന് പിടിച്ചു പറിച്ചിട്ട് കൊടുക്കരുത്. ഓൻ്റെ പോക്കറ്റിൽ നിന്ന് കട്ടെടുത്തിട്ട് ഇവന് പകുതി കൊടുത്ത് ബാക്കി പകുതി നമ്മൾ ഈശോ ഇട്ടാൽ പറ്റുമോ? പറയുമ്പോൾ വിചാരിക്കാൻ പ്രസംഗത്തിൽ എളുപ്പത്തിൽ, അങ്ങനല്ല നടന്നുകൊണ്ടിരിക്കുന്ന. അങ്ങനെയാണ്. നമ്മൾ കൈക്കൂലി കൊടുത്തു, കളവ് നടത്തി, ചതിവ് നടത്തി, വഞ്ചന നടത്തി, ലോൺ എടുത്തു, ഓടിയെടുത്തു, അങ്ങനാക്കി ഇങ്ങനാക്കി, അതിൽ നിന്ന് പടച്ചോൻ പടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ലേശം പള്ളിക്ക് കൊടുത്തു, ലേശം എത്തിക്കാനൊക്കെ കൊടുത്തു. അതൊന്നും പറ്റൂല എന്ന് തന്നെയാണ്. പറ്റൂല എന്ന് പറയുമ്പോൾ ആരുടെ മുഖം പാടുമൊന്നും വേണ്ട, പറ്റൂല. നമ്മൾ കൊടുക്കുന്നത് ശുദ്ധമായ സമ്പത്തിൽ നിന്നായിരിക്കണം. അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നല്ലതിൽ നിന്നുമായിരിക്കണം നിങ്ങൾ ചെലവഴിക്കുന്നത്. അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ് വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ. കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ പഴയ നോട്ട് പരതി എടുക്കുക, അത് വേണ്ട. അങ്ങനെയാണ് നമ്മൾ ഏതായാലും കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കുക, കൂട്ടത്തിൽ ഏറ്റവും ചെറിയ നോട്ട് ആദ്യം സെലക്ട് ചെയ്യും. ചെറിയ നോട്ട് എടുത്ത് ഇങ്ങനെ കൊടുക്കാൻ പോകുമ്പോൾ, ഇത് കുറച്ച് പുതിയ നോട്ടല്ലേ, പുതിയ നോട്ട് നമുക്ക് ഏതെങ്കിലും നല്ല സ്ഥലത്ത് ചിലവാക്കാം. പഴയ നോട്ട് കൊടുത്താൽ പോരെ, കൊടുക്കലല്ലേ, പഴയ നോട്ട് കൊടുക്കുക, അത് വെച്ചൂല. നോട്ടിന്റെ കാര്യത്തിലല്ല അള്ളാഹു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലെ പുതിയാപ്പിള തക്കാരത്തിന് ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂന വലസ്തും ബിആഖിദിഹി ഇല്ലാ, ഖുർആൻ പറയുന്നതാണിത്. സൂറത്ത് ആല ഇംറാനിൽ അള്ളാഹു വ്യക്തമായി നമ്മളുടെ ജീവിതത്തെ പഠിപ്പിക്കുന്ന വചനമാണിത്. നമ്മളുടെ പുതിയാപ്പിള തക്കാരത്തിന് വാങ്ങുന്ന സാധനങ്ങൾ നല്ല ക്വാളിറ്റി ആയിരിക്കണം, നല്ല സാധനമായിരിക്കണം, മോശപ്പെട്ടതാകരുത്, ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കണം, എക്സ്പോർട്ട് ക്വാളിറ്റി ആയിരിക്കണം. നമ്മുടെ മക്കൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതും അങ്ങനെ ആയിരിക്കണം. അതേസമയത്ത് നമ്മൾ റിലീഫ് പ്രവർത്തനത്തിന്റെ ഭാഗമായി സാധുക്കളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പൊതുവായ വിഷയത്തിൽ വാങ്ങുമ്പോൾ നമ്മളിങ്ങനെ മാർക്കറ്റിൽ വന്നിട്ട് മൊത്തം പരതുകയാണ്. എന്താ പരതുന്നത്? ഏറ്റവും വില കുറച്ച് കിട്ടുന്നത് എവിടെ? വില കുറച്ച് കിട്ടുന്നത് എപ്പോഴാണ്?
ഡാമേജ്. ഞങ്ങളൊക്കെ ഷോപ്പ് നടത്തുന്നവരാണ്. അപ്പോൾ നമ്മളെ ഷോപ്പുകളിൽ ചിലപ്പം എക്സ്പയറി ഡേറ്റിനോട് അടുത്ത സാധനങ്ങൾ പ്രത്യേകം ഓഫറിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറ്റി വെക്കാറുണ്ട്. നിയർ എക്സ്പയറി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഏരിയ ഉണ്ട്. സംഗതി സാധുക്കളായ ബംഗാളികളും നേപ്പാളികളും പോലെയുള്ള പാവങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ അവർ ഗൾഫിൽ നിന്ന് വരികയല്ലേ, അവർക്ക് ഡേറ്റ് ഒന്നും നോക്കാനൊന്നും അറിയില്ലല്ലോ, ഗൾഫിൽ നിന്ന് വരികയല്ലേ. ഗൾഫിൽ നിന്ന് വരുമ്പം ഇങ്ങനത്തെ സാധനങ്ങളുടെ ആ ഏരിയയിൽ ഭയങ്കര തിരക്ക്. ഞങ്ങളുടെ കച്ചവടം അങ്ങനെയാണ്. ഒരു പരിധി വരെ പറഞ്ഞാൽ കുറേ ഭാഗം കച്ചവടം അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. പ്രിയപ്പെട്ടവർ, അത് തെറ്റല്ല. പക്ഷേ സാധാരണഗതിയിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പം എൻ്റെ മക്കൾക്ക് കഴിക്കാനാണെങ്കിൽ, എൻ്റെ മക്കൾക്ക് കൊടുക്കാനാണെങ്കിൽ, അല്ലേ, എൻ്റെ പ്യാപ്പിളയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാനാണെങ്കിൽ ഞാൻ ഒരിക്കലും അത് നോക്കൂല. ഞാൻ ഏറ്റവും മുന്തിയത്, അല്ലേ, ഏറ്റവും മുന്തിയത്. നേരെ തിരിച്ചോ ഞാൻ ഇത് ഏതെങ്കിലും തരത്തിൽ സദഖ ചെയ്യാനാണ്, റിലീഫിന്റെ ഭാഗമായി കൊടുക്കാനാണ്, നാട്ടുകാർ കൊടുക്കാനാണ്, എന്നാൽ പിന്നെ അതുപോരെ എന്നൊരു തോന്നൽ. ഇനി നമ്മൾ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് നല്ല സ്ഥലം നോക്കിയാൽ തന്നെ അവർ നമ്മളോട് പറയും അത് വേണോ, നമുക്ക് വേണമെങ്കിൽ മറ്റേത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാം, കൊടുക്കാനല്ലേ, മറ്റേത് അഡ്ജസ്റ്റ് ചെയ്ത് തരാം, ഇങ്ങോട്ട് പറയുക അഡ്ജസ്റ്റ് ചെയ്ത് തരാം. പള്ളിക്ക് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയുടെ ബാത്റൂം സെറ്റുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷോപ്പിൽ പോയി. അവിടെ പോയിട്ട് എനിക്ക് അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്, പള്ളി ഏറ്റവും മുന്തിയ സാധനം ഉപയോഗിച്ച് പണിയണം. പടച്ചവൻ്റെ വീടല്ലേ. നമ്മുടെ വീടിനെ നമ്മൾ ഭംഗിയാക്കുന്നതിനേക്കാളും അതിനുവേണ്ടി നമ്മൾ പണം ചെലവഴിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കേണ്ടത് പടച്ചവന്റെ ഭവനത്തിലായിരിക്കും. എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിൽ അങ്ങനെ ഇന്റീരിയർ ഒക്കെ ഇത്രയും കൂടുതൽ ഭംഗിയായ നിലയിൽ ചെയ്യാൻ തുടങ്ങിയ ആൾ ഞാൻ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നാണ് ബാക്കി ആളുകളൊക്കെ ഇങ്ങനെ പള്ളിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എനിക്ക് ഭയങ്കര നിർബന്ധ ബുദ്ധിയായിരുന്നു. ഒരു സ്ഥലത്ത് കുറെ മുമ്പാണ്, ഇപ്പം അല്ല, 22-23 കൊല്ലം മുമ്പ് പണി തുടങ്ങുന്ന സമയത്ത് ഞാൻ സാനിറ്ററി ഫിറ്റിങ്സ് ഒക്കെ വാങ്ങാൻ പോയപ്പോൾ എന്നോട് ആ മുതലാളി സ്നേഹത്തോടെ ബഹുമാനത്തോടെ, നമ്മളായിട്ട് അടുപ്പമുള്ള ആളാണ്, നമ്മളെ സുഹൃത്ത് തന്നെയാണ്, അദ്ദേഹം എന്നോട് ചോദിച്ചു എപ്പോഴത്തേക്കാണ് ഈ സാധനം വേണ്ടത്, ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ചോദിക്കാം, അല്ല ഉടനെ തിരക്കുണ്ടോ, പെട്ടെന്ന് വേണം, ഞാൻ കിട്ടിയാൽ കൊള്ളാം, പണി നടന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത്, അല്ല കുറച്ച് സമയമുണ്ടെങ്കിൽ മെല്ലെ ഞാനത് സെറ്റാക്കിയിട്ട് കൊടുത്തയക്കാം. പക്ഷെ അതെങ്ങനെ സമയമുണ്ടെങ്കിൽ മെല്ലെ അത് ഓരോ പ്രാവശ്യവും വരുമ്പോൾ ഇങ്ങനെ ചെറിയ ഡാമേജുള്ള സാധനങ്ങൾ മാറ്റി വെക്കലുണ്ട്. പള്ളിക്കല്ലേ അങ്ങനെ മാറ്റി വെക്കുന്ന ഡാമേജായ സാധനങ്ങൾ ഒപ്പിച്ചു തരാൻ പറ്റും. എൻ്റെ മനസ്സിൽ ഒരിക്കലും മറക്കാത്ത ഒരു ഓർമ്മയാണ്. അത് കേൾക്കുന്ന ആ സഹോദരന് വേദന ഉണ്ടെങ്കിലും വേണ്ടിയില്ല, ഞാൻ പറയുന്നത് പൊതുവെ നമ്മുടെ ഒരു ധാരണയുണ്ട്, പള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂത്രച്ചൂള എപ്പോഴും മണക്കണം, എന്നാലേ പള്ളിയാവുന്നൊരു തെറ്റിദ്ധാരണയാണ്. പള്ളിൻ്റെ ഉള്ളിൽ കയറിയാൽ സുജൂദ് ചെയ്ത് എഴുന്നേൽക്കുമ്പോൾ തുമ്മണം, കാർപ്പറ്റ് വൃത്തി ഉണ്ടാവരുത്, അത് നമ്മുടെ ഒരു നിർബന്ധ ബുദ്ധി പോലെയാണ്. പള്ളിയിൽ എപ്പോഴും വണ്ണാമ്പല പിടിച്ചിരിക്കണം, പള്ളിയുടെ മേലേക്ക് നമ്മൾ കയറി നോക്കിയാൽ പല്ലിക്കാട്ടവും മറ്റുമൊക്കെ ഇങ്ങനെ ആയിരിക്കണം, എന്നാലേ അത് പള്ളിയാവുന്ന ഒരു തെറ്റിദ്ധാരണ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. പള്ളി എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ ഭവനമാണ്, അള്ളാഹുവിന്റെ വീടാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പുതിയാപ്പിളയ്ക്ക് വേണ്ടിയിട്ട് അറയൊരുക്കുന്നതിനേക്കാൾ ഏറെ മനോഹരമായ നിലയിൽ, ഭംഗിയായ നിലയിൽ പള്ളിയെ അനാവശ്യമായി മൂടി പിടിപ്പിക്കരുത്, ആവശ്യമില്ലാതെ പണം ചെലവാക്കരുത്. പുറത്ത് കുറേ കുബ്ബ പണിഞ്ഞങ്ങ് ഉയർത്തി, കുറേ എക്സ്റ്റീരിയർ അങ്ങ് നന്നാക്കി, ഗാർഡൻ പണിഞ്ഞ് ഉള്ളിൽ കയറുമ്പോൾ ശ്വാസം മുട്ടാണ്, സമാധാനമായിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ പള്ളികളുണ്ട്. അത് വിവരക്കേടാണ്. ആ വിവരക്കേട് നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല. അങ്ങനെയല്ല, വളരെ ഭംഗിയിൽ പണിയെടുക്കണം, വൃത്തിയിൽ പണിയെടുക്കണം. വൃത്തിയും ഭംഗിയും ഉള്ളതിനോടൊപ്പം സൗകര്യങ്ങൾ ഉണ്ടാകണം, മനസ്സമാധാനം ഉണ്ടാകണം. കയറിയാൽ അറിയാതെ അങ്ങ് നിസ്കരിച്ചു പോകണം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഞാൻ പറയുന്നതല്ല, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ജീവിത രീതികൾ. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കീറിയ ഉടുപ്പ് ഇട്ടിട്ടുണ്ട്, കീറിയ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. പക്ഷേ ആ കീറല് തുന്നിപ്പിടിപ്പിച്ചിട്ടാണ് തൊട്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാറി മാറി അണിയാൻ ഒരുപാട് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉള്ള വസ്ത്രം ഒരിക്കലും അഴുക്കായി ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ പറയാറില്ല നാറുന്നു എന്ന് പറയാറില്ല, അങ്ങനെ അഴുക്കായി ഉപയോഗിച്ചില്ല. ഉള്ളതിനെ ശുദ്ധിയാക്കി ഉപയോഗിച്ചിട്ടേ ഉള്ളൂ, ഉള്ളതിനെ തുന്നിയിട്ടാണെങ്കിലും ഭംഗിയാക്കിയിട്ടേ ഉപയോഗിച്ചിട്ടുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അടുത്ത രാജ്യത്തിന്റെ ഭരണാധികാരി 3 സമ്മാനങ്ങൾ കൊടുത്ത്, അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ 3 സമ്മാനങ്ങൾ കൊടുത്തയച്ചു. ഈ സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് മനോഹരമായ വിലപിടിപ്പുള്ള ഒരു വസ്ത്രമായിരുന്നു. ഈ വസ്ത്രം കണ്ടപ്പോൾ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. എല്ലാം സ്വീകരിക്കും,
പക്ഷെ സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിനെ സമാധാനിപ്പിച്ചിട്ട് പറ്റാത്തതാണെങ്കിൽ എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ചിട്ട് അങ്ങ് തിരിച്ചു കൊടുക്കും. അതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട വിശേഷണം എന്ന് പറയും. പ്രധാനപ്പെട്ട വിശേഷണം ഒരിക്കൽ ഇതൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു, ഹദീസുകളല്ലേ പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാൻ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് ആയിരക്കണക്കിന് അനുഭവങ്ങളുണ്ട്. കാമ്പസാറിൽ നമ്മൾ 15 ദിവസം ഇരുന്നാലും 15,000 ദിവസം ഇരുന്നാലും പറഞ്ഞാൽ തീരാത്തത്ര ഹദീസുകൾ. ഒന്ന് പറയുമ്പോൾ ഒന്നിന് പറയും. ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് പോയിരുന്നു, ആയിഷ ബീവിയുടെ അടുക്കിലേക്ക്. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലേക്ക് വന്നപ്പോൾ നബി തങ്ങളോട് അന്നത്തെ വിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആ പെണ്ണ് ഇന്ന് വന്നിരുന്നു. സാധാരണ പോലെ അങ്ങയെ ചോദിച്ചു, അങ്ങയുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. അങ്ങേക്ക് ഒരു സാധനം സമ്മാനമായി തന്നു. സമ്മാനം എന്നിട്ട് നീ എന്ത് ചെയ്തു? റസൂൽ ചോദിക്കുക, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമല്ലേ പ്രിയപ്പെട്ടവരെ, എത്ര മഹാത്മാവാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നീ അത് എന്ത് ചെയ്തു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഓള് പാവം സാധാരണ വരുന്നല്ലേ, ഇപ്പൊ ചില പെണ്ണുങ്ങളുണ്ടല്ലോ, ചില പെൺകുട്ടികളുണ്ട്, ചില സാധുക്കളുണ്ട്, അവർക്ക് നമ്മളോട് മുഹബ്ബത്ത് ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. ആ സ്നേഹത്തിന്റെയും മുഹബ്ബത്തിന്റെയും പേരിൽ നമ്മുടെ വീടുകളിലേക്ക് ചിലപ്പോൾ ചിലതൊക്കെ അവർ കൊണ്ടുതരും. ആ കൊണ്ടുതരുന്ന സാധനം ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കയറ്റാൻ തന്നെ ഉള്ളൂല, പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരൂല, അങ്ങനെ കൊണ്ടുവരും. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പാവം പെണ്ണ് സാധു, അവള് മെനക്കെട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു ചെറിയ സാധനം ഒരു പൊതിയിൽ അങ്ങേക്ക് വേണ്ടി കൊണ്ടു തന്നു. ഞാൻ തുറന്നു നോക്കിയപ്പം അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അത് അവൾക്ക് തന്നാൽ അവൾക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അത് അവള് കൊണ്ടുപോയി അവളെ പുരക്ക് തിന്നാൽ, അവളെ പുരക്ക് ഉപയോഗിച്ചാൽ അത് നല്ലതല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് നീ എന്ത് ചെയ്തു ആയിഷ? ഞാനത് മടക്കി കൊടുത്തു യാ റസൂലല്ലാഹ്, മടക്കി കൊടുത്തു. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം ചുവന്നു, കണ്ണ് നിറയും പോലെയായി. എന്നിട്ട് പറഞ്ഞു, ആയിഷ, ആ പാവം പെണ്ണും സ്നേഹത്തോടെ കൊണ്ടുവന്നത് നീ മടക്കി കൊടുക്കേണ്ടിയില്ലായിരുന്നു. പകരം നീ അത് സ്വീകരിക്കാമായിരുന്നു. അതിൽ നിന്നും ഒരു കഷ്ണമെങ്കിലും എടുത്തിട്ട് അവളെ പുകഴ്ത്തി അവളെ സന്തോഷിപ്പിച്ചിട്ട് ബാക്കി കൊടുക്കാമായിരുന്നില്ലേ ആയിഷ റളിയല്ലാഹു അൻഹ? എത്ര സുന്ദരമായ ജീവിതമല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹബീബിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, കുടുംബജീവിതം. ഒരു പാവപ്പെട്ട പെണ്ണ്, അവള് സ്നേഹ സമ്മാനവുമായി വന്നു, നമുക്കത് തന്നു. നിന്റെ ഈ ചെറിയ പൊതി എന്തിനാ അഷ്റഫുൽ ഖൽഖിന് നമ്മൾ ചിന്തിക്കരുത് അല്ലേ? അഷ്റഫുൽ ഖൽഖല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്ത് കിരീടം വെക്കാതെ വാണരുളുന്ന മഹാത്മാവല്ലേ, നിന്റെ ഈ ചെറിയ പൊതി എന്തിനാ എന്ന് വിചാരിച്ച് നിസ്സാരപ്പെടുത്തി ആയിഷ റളിയല്ലാഹു അൻഹ തള്ളിക്കളഞ്ഞതല്ല. പിന്നെയോ ആയിഷ ബീബി പറഞ്ഞ ന്യായം റളിയല്ലാഹു അൻഹ ശരിയാണ്. നബിയെ, ആ പാവം പെണ്ണിന്റെ വീട്ടിൽ അത് ഉപയോഗിച്ചാൽ അവർക്കെത്തുമല്ലോ, ഓളെ മക്കൾക്ക് ഉപകാരപ്പെടുമല്ലോ, കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ, നമുക്കിപ്പോൾ അതിന്റെ അത്യാവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മടക്കിയതാണ്. ഇല്ല ആയിഷ, അവളുടെ മനസ്സിനെ നീ നൊമ്പരപ്പെടുത്തി, വേണ്ടിയില്ലായിരുന്നു. അങ്ങനെയല്ല നീ ചെയ്യേണ്ടിയിരുന്നത്. നിനക്ക് അതിൽ നിന്നും അല്പമെങ്കിലും എടുത്തിട്ട് ബാക്കി സ്നേഹത്തോടെ മടക്കി കൊടുക്കാമായിരുന്നു. അങ്ങനെ പറയാറുണ്ടല്ലോ, ഇത് കുറേ ഉണ്ടല്ലോ, ഇത്രപാട്, ഞാനും റസൂലുള്ളാഹി മാത്രമല്ലേ ഇവിടെ ഉള്ളൂ അല്ലേ, നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ, ഇവിടെ മക്കളൊന്നുമില്ല, കുട്ടികളും കുഞ്ഞുങ്ങളൊന്നുമില്ല, അൽഹംദുലില്ലാഹ്, ഇതെന്നെ കൂടുതല, ഞാൻ റസൂൽ വരുമ്പോൾ കൊടുക്കാം കേട്ടാ സല്ലല്ലാഹു അലൈഹി, ഞാൻ റസൂൽ വരുമ്പോൾ കൊടുക്കാം. എടുത്തു, ഒരു വേറൊരു പാത്രത്തിനകത്ത് പൊത്തി അവിടെ വെച്ചു. ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടേ, അള്ളാഹുവിന്റെ റസൂൽ വരുമ്പോൾ കൊടുക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. എന്നാ പിന്നെ ബാക്കിയുള്ളത് നീ നിന്റെ പുരക്കൊണ്ട് പോയിട്ട് മക്കൾക്ക് റസൂലുള്ളാഹിന്റെ ബാക്കിയല്ലേ, ബർക്കത്തല്ലേ എന്നൊക്കെ പറയാമായിരുന്നില്ലേ? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വളരെ സുന്ദരമായ മനോഹരമായ ഒരു ജീവിത രീതിയെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ജീവിത രീതിയിൽ നമുക്കിങ്ങനെ പകർത്താൻ 10,000 ഉദാഹരണങ്ങളുണ്ട്. ആ നല്ല വസ്ത്രം സമ്മാനമായി കിട്ടിയപ്പോൾ അത് തങ്ങൾ സ്വീകരിച്ചു. എന്നിട്ട് അടുത്ത ഒരു സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പുറത്തു നിന്ന് വന്ന വിദേശ വിഭാഗം ഉണ്ടല്ലോ, വിദേശത്തു നിന്ന് തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന പ്രത്യേക ആളുകൾ, യാത്രാ സംഘങ്ങൾ, അവരുടെ പ്രതിനിധികൾ, രാജാക്കന്മാരുടെ അടുക്കൽ നിന്ന് വരുന്ന പ്രതിനിധികൾ, അങ്ങനെ പ്രധാനമായി വരുന്ന ആളുകളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ആ വസ്ത്രം എടുത്തണിഞ്ഞു. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് കേട്ടോ, ഇതൊക്കെ സഹിഹായ ഹദീസുകളാണ്. ആ വസ്ത്രം അണിഞ്ഞുകൊണ്ട് പോയിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് തങ്ങൾ അത് ഊരി വെക്കും. ജുമാ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങി റെഡിയായി ഇറങ്ങുമ്പോൾ ആ മനോഹരമായ നല്ല വസ്ത്രം എടുത്തണിഞ്ഞു, ഖുത്ബ നിർവഹിച്ചു. ഖുത്ബയ്ക്ക് ശേഷം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെന്നു. എന്നിട്ട് തങ്ങൾ ആ വസ്ത്രം ഊരി
എന്നിട്ട് അതിൻ്റെ പൊടിയൊക്കെ കുടഞ്ഞിട്ട് നന്നായി മടക്കി ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് പറഞ്ഞു, ഇത് സൂക്ഷിച്ചു വെക്ക്, ഇനി അടുത്ത ജുമയാവുമ്പോൾ ഞാൻ ഇടാം, അടുത്ത ജുമയാവുമ്പോൾ ഞാൻ ഇടാം. അല്ലെങ്കിൽ വിദേശത്തു നിന്നും പ്രതിനിധി സംഘങ്ങൾ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ അന്ന് ഞാനിത് അണിഞ്ഞോളാം. എന്താ കാര്യം പ്രിയപ്പെട്ടവരെ? എന്താ കാര്യം? ഇപ്പൊ നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന വസ്ത്രം വൈകുന്നേരം നമ്മൾ ഊരിച്ചാടി അടുത്ത ദിവസം നമ്മൾ പുതിയതെടുത്തിട്ട്, രാവിലെ ഒരു വസ്ത്രം അണിഞ്ഞു, അത് വൈകുന്നേരമായപ്പോൾ ഊരിച്ചാടി അടുത്തത് ഇട്ടുകൊണ്ട് പള്ളിയിലേക്ക് വന്നു, പള്ളിയിൽ നിന്ന് വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ കറങ്ങാൻ വേണ്ടിയിട്ട് വേറൊരു വസ്ത്രം ഇട്ടു. അങ്ങനെയാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ വസ്ത്രദാരിദ്ര്യത്തെ കുറിച്ച് അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുമാ ദിവസത്തിൽ ഇട്ട വസ്ത്രത്തെ ഊരി കുടഞ്ഞ് വൃത്തിയാക്കി മടക്കി വെച്ചിട്ട് ഭംഗിയായി സൂക്ഷിക്കണം കേട്ടോ, അടുത്ത ജുമാക്ക് ഞാൻ ഇതിടും, അടുത്ത ജുമയാപ്പോൾ. ദാരിദ്ര്യമുണ്ടായിരുന്നു, ശരിയാണ്. വസ്ത്രം കുറവായിരുന്നു, ശരിയാണ്. പക്ഷെ ആ വസ്ത്രം ഭംഗിയായ നിലയിൽ ഉപയോഗിച്ചു എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ പറഞ്ഞു വന്നത്, സാധാരണഗതിയിൽ നമ്മളൊക്കെ രാവിലെ വീട്ടിൽ നിന്നും എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി റെഡിയായി പുറത്തേക്ക് വരുമ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ സൗന്ദര്യം ഉറപ്പുവരുത്തലാണ്, നമ്മുടെ പേഴ്സണാലിറ്റി ഉറപ്പുവരുത്തലാണ്. ശരിയായ ഒന്ന് പിന്നെ നോക്കലാണ്. ഒന്ന് അങ്ങോട്ട് നടന്നിട്ട് തിരിച്ചു വന്നിട്ട് ഒന്നുകൂടെ ചീപ്പെടുത്തിട്ട് ഒന്നുകൂടെ നീരി അല്ലേ, ഒന്ന് ചരിഞ്ഞു നോക്കി, അങ്ങനെ ഒന്ന് ചരിഞ്ഞു നോക്കി. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയൊക്കെ അത്യാവശ്യം അണിഞ്ഞൊരുങ്ങിയതിന് ശേഷം ആ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുമായിരുന്ന ഒരു ദുആയുണ്ട്, അല്ലാഹുമ്മ അൻത ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി. അല്ലാഹുമ്മ അൻത ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി. അല്ലാഹുവേ, നീ ബാഹ്യമായ നിലയിൽ എൻ്റെ സൗന്ദര്യം, എൻ്റെ ശാരീരികമായ രൂപങ്ങൾ ഇതൊക്കെ നീ നന്നാക്കിയല്ലോ, എൻ്റെ സൃഷ്ടിപ്പ് നീ നന്നാക്കിയല്ലോ. അങ്ങനാണ്. അല്ലാഹുമ്മ അൻത ഹസ്സൻത ഖൽഖി, നീ എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കിയല്ലോ, ഭംഗിയാക്കിയല്ലോ, മനോഹരമാക്കിയല്ലോ, തരക്കേടില്ലാത്തതാക്കിയല്ലോ. ഇനി ഫഹസ്സിൻ ഖുലുഖി, എൻ്റെ ഉള്ളും കൂടി നീ നന്നാക്കി തരണേ റബ്ബേ, എൻ്റെ സ്വഭാവം നീ നന്നാക്കി തരണേ. കാണാൻ നല്ല മനോഹരമായ കോലമാണ്, രൂപമാണ്, വസ്ത്രധാരണമാണ്, കണ്ടാൽ ഔലിയാണെന്ന് തോന്നിപ്പോവും. പക്ഷെ അടുത്ത് ചെന്നിട്ട് അസ്സലാമു അലൈക്കും നാവനക്കിയാൽ ഓൻ്റെ അരികത്തിരിക്കാൻ കഴിയില്ല. അങ്ങനെ ആയാൽ അവൻ എന്തിനുള്ള? അതാണ് ഖുലുഖ് നന്നാവുക എന്ന് പറയുന്നത്. ഖൽഖ് നന്നാവുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രൂപത്തിൽ ബാഹ്യമായ രൂപവും കോലവും ഒക്കെ നന്നാകലാണ്. അത് നന്നായല്ലോ, അൽഹംദുലില്ലാഹ്. പടച്ചവനെ, ഇനി എൻ്റെ ഖുലുഖ് നന്നാക്കി തരണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. നമ്മൾ പറഞ്ഞു വന്നത്, ഒരു മനുഷ്യന്റെ പ്രഭാതം തുടങ്ങുമ്പോൾ, ഒരു മനുഷ്യന്റെ ഒരു പകൽ തുടങ്ങുമ്പോൾ ആ പകലിൽ അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് തുടങ്ങണം, ദിക്റിലായി തുടങ്ങണം, അള്ളാഹുവിന്റെ സ്മരണയിലായി തുടങ്ങണം. അവന്റെ മനസ്സിൽ ഒരിക്കലും നിഫാഖ് ഉണ്ടാകരുത്, കാപട്യം ഉണ്ടാകരുത്, കപട വിശ്വാസം ഉണ്ടാകരുത്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. മുനാഫിഖുകൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് എന്ന് പറഞ്ഞാൽ ഖൽബിൽ, ഹൃദയത്തിൽ മാലിന്യമുള്ളവർ, മായമുള്ളവർ, കലർപ്പുള്ളവർ, ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും കൊണ്ടു നടക്കുന്നവർ, അതൊക്കെ നിഫാഖിന്റെ ഭാഗഭേദങ്ങളാണ്. ഈമാനിന്റെ വിഷയത്തിൽ ഇരട്ടത്താപ്പുള്ളവർ, അങ്ങനെയൊക്കെയാണല്ലോ നിഫാഖിന്റെ അർത്ഥം വെക്കാൻ കഴിയുന്നത്. ആ നിഫാഖിന്റെ ഒരംശം പോലും നിന്റെ മനസ്സിൽ ഉണ്ടാകരുത് എന്ന് നീ ആഗ്രഹിക്കണം. അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൻ നിഫാഖി വഅമലി മിനർ റിയാ. ദുആ എന്നുകൊണ്ട് തുടങ്ങണം ഒരു ദിവസത്തെ. പടച്ചവനെ, എൻ്റെ ഹൃദയത്തെ നിഫാഖിൽ നിന്ന് നീ മോചിപ്പിക്കണേ, എൻ്റെ അമലുകളെ റിയായിൽ നിന്നും, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിൽ നിന്നും എൻ്റെ അമലുകളെ നീ രക്ഷപ്പെടുത്തി തരണേ, എൻ്റെ നാവിനെ കളവ് പറയുന്നതിൽ നിന്നും നീ രക്ഷപ്പെടുത്തി തരണേ. എൻ്റെ മുടി നന്നായി, ദാടി നന്നായി, ഷർട്ട് നന്നായി, പാൻറ് നന്നായി, നല്ല സ്പ്രേ അടിച്ചൊക്കെ നന്നായി, പക്ഷെ അതുകൊണ്ട് മാത്രമായോ? എൻ്റെ ഹൃദയം മാലിന്യമില്ലാത്ത ഹൃദയമാകണം. എൻ്റെ ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ സ്ട്രൈറ്റ് ആയിരിക്കണം, ആരാനെ കാണിക്കാൻ വേണ്ടി ആകരുത്, എന്തെങ്കിലും ദുരുദ്ദേശത്തോടെ ആകരുത്. അതുപോലെ എൻ്റെ നാവിൽ നിന്നും മുതിർന്നു വീഴുന്ന വാക്കുകളൊക്കെ നീ സത്യമാക്കി തരണേ പടച്ചവനെ, സത്യമാക്കി തരണേ. വഅയ്നി മിനൽ ഖിയാന, എൻ്റെ കണ്ണുകൊണ്ട് കട്ടുനോട്ടങ്ങൾ നടത്താതെ സൂക്ഷിക്കണേ, വഞ്ചിക്കാതെ, എൻ്റെ കണ്ണെന്നെ വഞ്ചിക്കാതെ നോക്കണേ. എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഭക്തിയോടുകൂടി നിങ്ങളെ നോക്കി പ്രസംഗിക്കുകയാണ്, പക്ഷേ കണ്ണ് വേറെ എവിടേക്കോ അറിയാതെ പരതുകയാണ്. ചിലപ്പോൾ കാണൽ ഹറാമായതിലേക്ക് എൻ്റെ കണ്ണു പോകുന്നു, മറ്റു ചിലപ്പോൾ സാധുക്കളായ നമ്മുടെ സഹോദരങ്ങളുടെ ഐബുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കണ്ണ് സഞ്ചരിക്കും. അതൊന്നും പാടില്ലല്ലോ. നോമ്പും പിടിച്ചുകൊണ്ട് നമ്മൾ ആരാന്റെ ഐബ് കണ്ടുപിടിക്കാൻ നടക്കുകയാണ്, ആരാന്റെ കുറവുകൾ കണ്ടുപിടിക്കാൻ നടക്കുക. നമ്മുടെ കണ്ണുകൾക്ക് നെഗറ്റീവായിട്ടുള്ള നോട്ടം മാത്രമേ ഉള്ളൂ, നെഗറ്റീവായിട്ടുള്ള കാഴ്ച മാത്രമേ ഉള്ളൂ. എവിടെയും നമുക്ക് പോസിറ്റീവ് കാണാൻ കഴിയുന്നു. ഇത് ഭയങ്കര അപകടമല്ലേ?
രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ണ് തുറയുന്നില്ല, പോള രണ്ടും ഒട്ടിപ്പിടിക്കുന്നു, അതിൽ നിന്ന് നീരൊലിക്കുന്നു. അല്ലാ ഒപ്രാളത്തോടെ നമ്മൾ എഴുന്നേൽക്കുക. നമ്മളെന്താ പറയാ? ഒന്ന് ദുആ ചെയ്യുക, ഓതി ഊതുക, എന്നിട്ട് ഡോക്ടറെ കാണിക്കുക, ഒരു മരുന്ന് വാങ്ങി എത്തിക്കുക, അതങ്ങ് ശരിയാവും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കണ്ണിന് സാധാരണയ്ക്ക് വിരുദ്ധമായ നിലയിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ രോഗങ്ങൾ കണ്ടാൽ വേഗം ആശുപത്രിയിൽ പോകണം, ഡോക്ടറെ കാണണം, മരുന്നിറ്റിക്കണം എന്ന് പറയുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കണ്ണ് തുറന്നപ്പോൾ ഒരു മുസ്ലിമായ സഹോദരന്റെ കുറവുകൾ മാത്രം ഇങ്ങനെ കാണുക. എപ്പോൾ നോക്കിയാലും ആരാന്റെ കുറ്റവും കുറവും കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു കണ്ണ് വന്നാൽ പെട്ടെന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. പെട്ടെന്ന് അതിനാണ് അഡ്മിറ്റ് ചെയ്തിട്ട് 30 ദിവസം പള്ളിയിൽ ഇരുത്തിയിട്ട് പടച്ചവൻ പട്ടിണിക്ക് ഇട്ടിട്ട് നമ്മളെ ചികിത്സിക്കുന്നത്. നിങ്ങൾ വിചാരിക്കണ്ട, നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ നമ്മളുടെ കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, കണ്ണിനെ ആത്മീയമായ നിലയിൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്, കണ്ണിന്റെ നോട്ടത്തെ സ്ട്രെയിറ്റ് ആയ നിലയിൽ നിയന്ത്രിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ പടച്ചവൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു തീവ്രയത്ന പരിപാടിയാണ് നമ്മൾ റമദാൻ എന്ന് പറയുന്നത്. ഒരു തീവ്രയത്ന പരിപാടി. ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്നില്ലേ നമ്മളെ? ICUയിൽ അഡ്മിറ്റ് ചെയ്യാം. എന്നിട്ട് എന്തായി? അത് 2-3 ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു. ഇനി 5-6 ടെസ്റ്റും കൂടെ ബാക്കിയുണ്ട്. 2-3 ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഇന്ന് 9 നോമ്പായി. 9 നോമ്പിന്റെ ഇടയിൽ നമ്മൾ എത്ര ടെസ്റ്റ് നടത്തി? എന്തൊക്കെ ടെസ്റ്റ് ചെയ്തു? ഞാൻ ഇന്നലെ രാത്രി ഇശാ നിസ്കാരവും തറാവി എല്ലാം കഴിഞ്ഞപ്പോൾ വേഗം കസര കയറി എന്നിട്ട് നാട്ടുകാരോട് പറഞ്ഞു, കുറച്ച് ദിവസമായി 8 നോമ്പ് നമ്മൾ പിടിച്ചു. നോമ്പ് 2-3 പിടിച്ചപ്പോൾ ഞാൻ വിചാരിക്കുന്നു, 2-3 പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു, പടച്ചോനെ ഒന്ന് പ്രഷർ നോക്കണം, ഒന്ന് ഷുഗർ നോക്കണം, ഒന്ന് കൊളസ്ട്രോൾ നോക്കണം. എന്താ കാരണം? റമദാന് മുമ്പ് വരെ നമ്മൾ നല്ല ഡയറ്റിംഗ് ഒക്കെ ചെയ്ത് വളരെ കൺട്രോളായിട്ട് പോവുകയായിരുന്നു. ഒരുവിധം എല്ലാം നോർമലായിരുന്നു. ഡോക്ടർമാർക്ക് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ തൊട്ട് പരിശോധിച്ചിട്ട് ഒരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഡോക്ടർമാർ നമ്മളെ കമത്തിക്കടത്തി മലത്തിക്കടത്തി അവിടെ ഞെക്കി ഇവിടെ ഞെക്കി അത് വെച്ച് ഇത് വെച്ചിട്ടൊന്നും ഒരു കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സൂചി ഒന്നും കുത്തി നമ്മളെ വേദനിപ്പിക്കാനും പറ്റിയില്ല, അൽഹംദുലില്ലാ. പക്ഷെ നോമ്പായപ്പോൾ നമ്മളെ കൺട്രോളെല്ലാം വിട്ടു. സാധാരണഗതിയിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ പട്ടിണിയുടെ മാസമാണെന്നാണ് ജനങ്ങളൊക്കെ തെറ്റിദ്ധരിക്കുക. മുസ്ലിമീങ്ങൾ അനുഭവിച്ചവർക്കറിയാം റമദാൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ മാസമാണല്ലേ, അങ്ങനല്ലേ? നമുക്ക് അള്ളാഹു തന്ന സുഖം വേറെ ആർക്കെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവര്? പുറത്തുനിന്ന് കാണുന്ന ആളുകൾ വിചാരിക്കും, യാ റബ്ബേ ഈറ്റുങ്ങൾ എന്താ കഷ്ടപ്പെടുന്നത്, ഈ നട്ടുച്ച നേരത്ത് ദാഹിച്ച് വലഞ്ഞ് വിശന്ന്. അവർക്കറിയോ നമ്മൾ രാത്രി തിന്നതിന്റെ വിഷമവും കൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഞാൻ ഇന്നലത്തെ പ്രസംഗിക്കാൻ വിചാരിച്ചല്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫിക്ർ വന്നു. ഞാൻ ചാടി എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞ്, റമദാൻ തുടങ്ങിയിട്ട് 5-6 ദിവസം ആയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഒന്ന് പ്രഷർ നോക്കണം, ഷുഗർ നോക്കണം, കൊളസ്ട്രോൾ നോക്കണം, എങ്ങനെയുണ്ടെന്നൊന്ന് അറിയണം. എന്താ കാര്യം എന്ന് അറിയാം, കുറേ കൺട്രോൾ വിട്ടുപോയി. അത് കൺട്രോൾ ആയോ, കൺട്രോളിൽ തന്നെ ഉണ്ടോ, അല്ല നമ്മളുടെ കൈവിട്ടു പോയോ എന്നൊക്കെ അറിയണം. പക്ഷെ എത്ര നോക്കിയിട്ട് അതിനൊന്നും സമയം കിട്ടുന്നില്ല. കാരണം ഈ തീറ്റയിൽ നിന്നും കുറച്ച് സമയം ഒഴിഞ്ഞു നിന്നാലല്ലേ പരിശോധിക്കാൻ പറ്റൂ. തീറ്റ ഒഴിഞ്ഞ സമയം വേണ്ടേ? പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു ആ സഹോദരങ്ങളോട്, നിങ്ങളോടും പറയുന്നു, എപ്രകാരം എൻ്റെ മനസ്സിൽ എനിക്ക് എൻ്റെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണമെന്ന് തോന്നിയോ, പ്രഷറും ഷുഗറും നോക്കണം, അത് കൺട്രോൾ ആണോ, കൺട്രോൾ അല്ലെങ്കിൽ എന്ത് വേണമെന്ന് ആലോചിക്കണമെന്ന് തോന്നിയോ, 8 ദിവസത്തെ നോമ്പ് കൊണ്ട് നമ്മുടെ ഈമാൻ ഒന്ന് ചെക്ക് ചെയ്യണ്ടേ? വെറുതെ ഇങ്ങനെ 8 ദിവസം പട്ടിണി ഇരുന്നാൽ മതിയോ? നമ്മുടെ ഈമാൻ ഒന്ന് ചെക്ക് ചെയ്യണ്ടേ? എന്തായാലും അവസ്ഥ? വെറുതെ എന്തിനാ പട്ടിണി ഇരിക്കുന്നത്? വെറുതെ പട്ടിണി ഇരുന്നുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അങ്ങനെ വെള്ളവും ഭക്ഷണവും കഴിക്കാതെ നിന്നെ പട്ടിണിക്കിട്ടത് കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് അള്ളാഹു പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മളൊരു പരിശോധന നടത്തണ്ടേ? 8 ദിവസം കഴിഞ്ഞില്ലേ, ഇന്ന് 9ാമത്തെ ദിവസമായില്ലേ? ഈ 9ാമത്തെ ദിവസത്തിൽ നമ്മളുടെ പ്രഷർ നോക്കുന്നത് പോലെ, ഷുഗർ നോക്കുന്നത് പോലെ, കൊളസ്ട്രോൾ നോക്കുന്നത് പോലെ നമ്മുടെ ഈമാൻ ഒന്ന് ചെക്ക് ചെയ്യണ്ടേ പ്രിയപ്പെട്ടവരെ? ഇന്നലെ തറാവീഹ് നമസ്കാരത്തിൽ സൂറത്ത് തൗബയാണ് ഓതിയത്, അൻഫാലാണ് ഓതിയത്. ബദറിൽ സഹബാക്കളായ മഹാന്മാര് കഠിനമായ പ്രയത്നം ചെയ്ത മുജാഹദയുടെ യുദ്ധത്തിന്റെ ധർമ്മസമരത്തിന്റെ ആയാത്തുകളാണ് ഓതിയത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് നോമ്പെടുക്കുന്നത്? അതേ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ബദറിൽ മഹാന്മാരായ സഹാബാക്കൾ പടവെട്ടിയത്. അവിടെ പടവെട്ടുന്നതും ഇവിടെ പട്ടിണിക്കിരിക്കുന്നതും ഒരേ ലക്ഷ്യത്തോടു കൂടിയാണ്. ഈ 2 അമലുകളും നമ്മൾ അനുഷ്ഠിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതിയിലേക്ക് ഓടിയെത്താൻ വേണ്ടിയിട്ടാണ്, നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. മുസ്ലിം ഉമ്മത്ത് ആയുധമെടുത്ത് അന്യരോട് അടരാട്ടം നടത്തുന്നത് അവരെ അറുകൊല ചെയ്യാൻ വേണ്ടിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അല്ല, മുജാഹദ ജിഹാദ് എന്നൊക്കെ പറഞ്ഞാൽ അവനവൻ നന്നാകാൻ വേണ്ടിയിട്ട് അള്ളാഹു നിയമമാക്കിയ പല കർമ്മങ്ങളിൽ ഒരു കർമ്മം എന്ന നിലയിലാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് ഇറങ്ങുക. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാകണം, അല്ലെങ്കിൽ കുഴപ്പമാവും.
അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. ഒന്നും കൂടി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ബദറിന്റെ രണാങ്കണത്തിൽ മഹാന്മാരായ സഹാബാക്കൾ ആയുധം എടുത്തുകൊണ്ട് ശത്രുക്കളോട് അടരാട്ടം നടത്തിയ ആ അടർക്കളത്തിൽ അവരേത് അമലാണോ ചെയ്തത്, അതേ അമലാണ് പ്രിയപ്പെട്ടവരെ പള്ളിയിലും മറ്റുമൊക്കെയായി പട്ടിണി കടന്നുകൊണ്ട് റമദാനിന്റെ പകലിൽ നമ്മൾ ചെയ്യുന്ന അമലും. രണ്ടും ഒരേ അമലാണ്, അഥവാ ഒരേ ലക്ഷ്യത്തോടു കൂടി ചെയ്യപ്പെടുന്ന അമലാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ വിലയിരുത്തണം, നമ്മൾ കടന്ന പട്ടിണി ഉപകാരപ്പെട്ടോ, നമ്മൾ ഉറക്കം ഒഴിയുന്നത് ഉപകാരപ്പെട്ടോ, നമ്മുടെ നിസ്കാരം പ്രയോജനപ്പെട്ടോ, നമ്മുടെ നോമ്പ് പ്രയോജനപ്പെട്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ കണ്ണുകളിൽ നിന്നും ഇനി കട്ടുനോട്ടങ്ങളൊന്നും ഉണ്ടാകരുത്, ഹറാമായ കാഴ്ചകളൊന്നും നമ്മുടെ കണ്ണുകൊണ്ട് കാണരുത്, നമ്മുടെ നാവ് കൊണ്ട് ഹറാമായതൊന്നും നമ്മൾ പറയരുത്. അങ്ങനെ കണ്ണുകൊണ്ട് നോമ്പെടുത്തിട്ടും പിന്നെയും വേണ്ടാത്തതൊക്കെ കാണുകയാണെന്ന് തോന്നിയാൽ ഉടനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. ഉടനെ തീവ്രമായ ചികിത്സ നമുക്ക് അത്യാവശ്യമാണ് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ കണ്ണ് അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൻ നിഫാഖ്, അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും നിഫാഖിനെ പൂർണ്ണമായി തുടച്ചു നീക്കണമേ. ആമീൻ പറഞ്ഞോ, അല്ലാഹു ഖബൂലാക്കട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും നിഫാഖിനെ പൂർണ്ണമായി നീ തുടച്ചു നീക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേരെ ചൊവ്വേ ആക്കണമേ. ആരാനെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. ഞങ്ങളുടെ നാവിൽ നിന്നും സിദ്ഖല്ലാത്തത്, സത്യമല്ലാത്തതിനെ ഒക്കെ നീ തുടച്ചു നീക്കണേ പടച്ചവനെ. ഒരിക്കലും നമ്മൾ കളവ് പറയരുത്, ഒരിക്കലും കളവ് പറയരുത്. ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം അവന് കളവ് പറയാൻ കഴിയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കളവ് പറയാൻ പറ്റൂല. അങ്ങനെ കളവ് പറഞ്ഞാൽ അവൻ മൂമിനാവുകയും ചെയ്യില്ല. അവന്റെ കണ്ണുകളെ ഹറാമായ നോട്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ ഒരിക്കലും ഒരു മൂമിന് പാടില്ല, സാധിക്കൂല. ഹറാമായ നോട്ടം എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീകളെ കാണലോ, അനാവശ്യമായ ഫിലിമുകൾ നോക്കലോ, അങ്ങനത്തെ ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മുടെ സമയം മെനക്കെടുത്തലോ മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധുക്കളായ മുസ്ലിമീങ്ങളുടെ അയ്ബുകളും കുറവുകളും പോരായ്മകളും കുറ്റങ്ങളും ഒക്കെ കണ്ടുപിടിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് കുഷാക്കാനൊന്നും നിൽക്കരുത്. അതൊക്കെ റമദാനിന്റെ പവിത്രതയ്ക്ക് വിരുദ്ധമാണ്. എല്ലാവരുടെയും നന്മകൾ കാണാൻ ശ്രമിച്ചോളൂ പ്രിയപ്പെട്ടവരെ. ഏതായിരുന്നാലും ഈ ഇരിക്കുന്ന എല്ലാവരും എന്നെക്കാളും മഹാന്മാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, ഒരു സംശയമില്ല. അതുകൊണ്ട് എൻ്റെ ഈ പാപഭംഗിലമായ കണ്ണുകൊണ്ട് എന്തിനാണ് ഞാൻ കുറെ കൂടി പാപം ചെയ്ത് മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടുപിടിക്കാൻ നടക്കുന്നത്? വേണ്ട, കണ്ടുപിടിക്കണം. അല്ലാഹുവേ എൻ്റെ കണ്ണുകൊണ്ട് ആരും കാണാതെ ഞാൻ കട്ടു നോക്കിയാലും, എന്റെ കൽബ് കൊണ്ട് വേറെ ആർക്കും ശ്രദ്ധിക്കാൻ കഴിയാത്ത തരത്തിൽ ഞാൻ വേണ്ടാത്തത് ചിന്തിച്ചാലും അതിനൊക്കെ നേരിട്ട് കാണാൻ, നേരിട്ട് നോക്കാൻ, നേരിട്ട് വിലയിരുത്താൻ, അതൊക്കെ കണ്ടുപിടിക്കാൻ നിനക്ക് പറ്റുമല്ലോ പടച്ചവനെ, നിനക്ക് പറ്റുമല്ലോ പടച്ചവനെ. അതുകൊണ്ട് നീ എന്നെ സൂക്ഷിക്കണേ എന്ന് ദ്വാരക്ക. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ദിക്റിന്റെ ഫളായിൽ പറയാനാണ്, അവിടത്തേക്കൊന്നും എത്തിയില്ല. ഏതായിരുന്നാലും ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണ, അതിലൂടെ ആയിരിക്കണം ഒരു ദിവസം തുടങ്ങേണ്ടത്. അത് ദുആകളിലൂടെ, ദിക്റുകളിലൂടെ ഒക്കെ നമുക്ക് നിലനിർത്താൻ സാധിക്കണം. നിസ്കാരവും എല്ലാ അമലുകളും ആ പടച്ചവനെ പറ്റിയുള്ള ഫിക്റും ചിന്തയും ദിക്റും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വസീലകളാണ്, വാസിത്തകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞ ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്റോടുകൂടി ജീവിതം സുന്ദരമാക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും ഗാഫിലായി പോകാതെ അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിശാചിന്റെ നഫ്സിന്റെ ഷർറുകളിൽ നിന്നും സ്വാധീനത്തിൽ നിന്നും അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കൽബ്, കണ്ണ്, കാത്, നാവ്, എല്ലാ അവയവങ്ങളും അള്ളാഹുവിന്റെ തൃപ്തിക്ക് അനുസൃതമായ നിലയിൽ വിനിയോഗിക്കാൻ, അങ്ങനെ നല്ല മനുഷ്യരാകാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.